ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആഭിചാര കർമ്മങ്ങളിൽ നിന്നും ക്ഷുദ്രവിദ്യകളിൽ നിന്നും നിങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം ലഭിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു തിന്മയ്ക്കും നമ്മെ ആക്രമിക്കാനായിട്ട് സാധിക്കില്ല. ആഭിചാര കർമ്മങ്ങളിലും ക്ഷുദ്രവിദ്യകളിലും വിശ്വാസമില്ലാത്ത ധാരാളം പേരിന്ന് നമുക്കിടയിലുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല എന്ന തിരുവചനം അതിനെ സാധൂകരിക്കാനായി അവർ പ്രയോഗിക്കുകയും ചെയ്യും. ശരിയാണ്, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. എന്നാൽ നാം യാക്കോബിനെ പോലെ ജീവിക്കണം. വചനത്തിലുള്ള വിശ്വാസവും അടിത്തറയും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയില്ലാത്തവർക്ക്, വചനത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർക്ക് ആഭിചാര കർമ്മങ്ങളുടെ തിക്തഫലങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. അസൂയാലുക്കൾ, ശത്രുക്കൾ എന്നിങ്ങനെ നിരവധി പേർ നമുക്കെതിരെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മുടെ അയൽക്കാരോ ബന്ധുക്കളോ പോലും ഉണ്ടായെന്നുമിരിക്കും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നാം വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെയും വീട്ടുകാരെയും പൊതിയണം. ഇതിനു പുറമെ കള്ളന്മാരുടെ ശല്യം, ഇഴജന്തുക്കളുടെ ഉപദ്രവം എന്നിവയിൽ നിന്നും ഈ വചനത്തിന്റെ ശക്തിയാൽ നാം സുരക്ഷിതത്വം നേടും. പല വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. മക്കൾ തങ്ങളുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് വിദേശത്തോ അകലെയോ ആയിരിക്കും. ഇത്തരം മക്കൾക്ക് മാതാപിതാക്കളെ സമർപ്പിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പാമ്പ് പോലെയുള്ള വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ സ്വത്തിനും ആരോഗ്യത്തിനും ആയുസ്സിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന അതിശക്തമായ വചനങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ വചനം പറഞ്ഞ് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ശക്തി അനുഭവിച്ചറിയാം. അപ്പോൾ എഴുതിയെടുത്തോളൂ. സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. അടുത്ത വചനം യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനം. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. അടുത്ത വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മറ്റൊരു വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് എല്ലാ ദിവസവും നമ്മൾ വായിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. ഞാൻ ഈ ഭാഗം സ്ക്രീനിൽ കാണിക്കുന്നില്ല. നിങ്ങൾ ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്തത് വായിക്കണം കേട്ടോ. ആത്മീയ സമരമാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. അതിശക്തമായ വചനങ്ങളാണിതെല്ലാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വചനം നിങ്ങൾ എല്ലാ ദിവസവും വീടുകളിൽ വായിക്കേണ്ട ഒരു വചനഭാഗമാണിത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കാൻ
നിങ്ങൾ എന്നും പ്രാർത്ഥിക്കേണ്ട മറ്റൊരു വചനഭാഗമാണ് 91 സങ്കീർത്തനം. ആ 91 സങ്കീർത്തനം മുഴുവനും അതിശക്തമാണ്. നമുക്ക് വലിയ സംരക്ഷണം നൽകുന്ന വചനമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. 91 സങ്കീർത്തനവും നിങ്ങൾ എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗം കൂടിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും മൂടണമേ. ദുഷ്ടശക്തികളിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, ആഭിചാരത്തിൽ നിന്നും, എല്ലാ തരത്തിലുമുള്ള തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സമാധാനവും ശക്തിയും ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ആമേൻ.